എൻസൈക്ലോവിങ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് നമ്മുടെ കേരളത്തിലുള്ള കർഷകർക്ക്, കൃഷിഭൂമിയുള്ളവർക്ക്, നിലവിൽ തരിശായിട്ട് സ്ഥലം കിടക്കുന്നവർക്ക് ഏറ്റവും വലിയ ജനക്ഷേമ പദ്ധതി ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. സംസ്ഥാന സർക്കാർ അതിൻ്റെ അപേക്ഷ ഇപ്പോൾ സ്വീകരിച്ച് തുടങ്ങിയിരിക്കുകയാണ്. അതായത് കർഷകൻ്റെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് ഈ ഒരു ധനസഹായം എത്തിച്ചേരുന്നതാണ്. അപ്പോൾ ഇതുമായി ബന്ധപ്പെടുത്തിയുള്ള പ്രധാനപ്പെട്ട അപ്ഡേറ്റുകളാണ് ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത്. നമ്മുടെ വീഡിയോ സാധ്യമായി കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ആദ്യമേ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വിശദാംശങ്ങളിലേക്ക് കടക്കാം. ലോകബാങ്കിന്റെ സഹായത്തോടുകൂടി 2500 കോടി രൂപയ്ക്ക് അടുത്ത വായ്പ സംസ്ഥാന സർക്കാർ കാർഷിക ക്ഷേമ വകുപ്പുമായി സഹകരിച്ചുകൊണ്ട് നടപ്പിലാക്കുന്ന ഒരു ക്ഷേമ പദ്ധതിയാണ്. നിലവിൽ നമുക്ക് കൃഷിഭൂമി ഉണ്ടായിരിക്കേണ്ടതാണ്. അവിടെയുള്ള കൃഷി കാലാവസ്ഥ ബാധിച്ച് ഒരുപക്ഷെ തകർച്ച നേരിടുന്നതാണ്. അല്ലെങ്കിൽ കൂടുതൽ ഉൽപാദനക്ഷമതയുള്ള കാലാവസ്ഥയ്ക്ക് അനുയോജ്യമായിട്ടുള്ള അല്ലെങ്കിൽ പലതരം കാലാവസ്ഥകളെ അതിജീവിച്ച് മുന്നേറുന്ന തരത്തിലുള്ള വിളകൾ അതെല്ലാം തന്നെ നമുക്ക് അപര്യാപ്തമായിരിക്കേണ്ടതാണ്. അതുകൊണ്ട് തന്നെ ആയിരിക്കും ഒരുപക്ഷെ കൃഷിഭൂമിയിൽ നിന്ന് വേണ്ടത്ര വിളവുകൾ ലഭിക്കാതെയും പോകുന്നത്, അല്ലെങ്കിൽ നമ്മുടെ കൃഷിയിടങ്ങളെല്ലാം തന്നെ തരിശു നിലമായിട്ട് കിടക്കുന്നതും. അപ്പോൾ അങ്ങനെയുള്ള മേഖലകളെല്ലാം തന്നെ കണ്ടെത്തി കർഷകർക്ക് പ്രത്യേക ധനസഹായങ്ങൾ നൽകി കൃഷി ചെയ്യുവാൻ പ്രോത്സാഹിപ്പിക്കുന്ന ഏറ്റവും വലിയൊരു ജനക്ഷേമ പദ്ധതിയാണ്. ഈ പദ്ധതിയിലേക്ക് ലോകബാങ്കിന്റെ സഹായത്തോടു കൂടി നടപ്പിലാക്കുമ്പോൾ ഇവിടെ കർഷകർക്ക് തിരിച്ചടയ്ക്കേണ്ട സബ്സിഡി ആയിട്ട് ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് തുക നൽകുകയാണ്. ആദ്യഘട്ടത്തിൽ പ്രധാനമായിട്ടും അർഹിച്ച, അതായത് മുൻഗണന അടിസ്ഥാനമാക്കി നൽകുന്ന റബ്ബർ കൃഷി ചെയ്യുന്ന കർഷകരായിരിക്കും. അതായത് റബ്ബർ കർഷകർക്ക് മാത്രമല്ല ലഭിക്കുന്നത്, ഏലം കൃഷി ചെയ്യുന്ന കർഷകരുണ്ട്, അതോടൊപ്പം തന്നെ കാപ്പി കൃഷി ചെയ്യുന്നവരുണ്ട്, അതോടൊപ്പം തന്നെ ജാതി, വാനില പോലുള്ള കൃഷികൾ, തുടർന്ന് അങ്ങോട്ട് വിവിധ ധാന്യങ്ങൾ കൃഷി ചെയ്യുന്നവർക്ക്, അതായത് പച്ചക്കറികൾ പോലുള്ള കാര്യങ്ങൾ ചെയ്യുന്നവർക്ക് വരെ സർക്കാരിൻ്റെ വിവിധ ധനസഹായ പദ്ധതികളും പ്രത്യേക പരിശീലനം ഉൾപ്പെടെയുള്ള കാര്യങ്ങളും ഇതിൻ്റെ ഭാഗമായിട്ട് ക്രമീകരിച്ചിട്ടുണ്ട്. ഘട്ടം ഘട്ടമായിട്ടായിരിക്കും പദ്ധതി നടപ്പിലാകുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ന് അപേക്ഷ വിളിച്ചിരിക്കുന്നത് റബ്ബർ കർഷകർക്കാണ്, അല്ലെങ്കിൽ റബ്ബർ കൃഷി ചെയ്തുകൊണ്ടിരിക്കുന്ന, ഇനി ചെയ്യാൻ ആഗ്രഹിക്കുന്ന കർഷകർക്കായിരിക്കും. അപ്പോൾ ഇതിനു വേണ്ടി അപേക്ഷ വയ്ക്കുവാനായിട്ട് സാധിക്കുന്നത് എറണാകുളം ജില്ലയിലുള്ള കർഷകർ, അതോടൊപ്പം തന്നെ കോട്ടയം, പത്തനംതിട്ട, കണ്ണൂർ ജില്ല, അതോടൊപ്പം മലപ്പുറം എന്നീ ജില്ലകളിൽ ഏറ്റവും ഒടുവിലായിട്ട് നമ്മുടെ തിരുവനന്തപുരം, ഈ ജില്ലകൾ ഉൾപ്പെടുന്ന റബ്ബർ കൃഷി ചെയ്യുന്ന അല്ലെങ്കിൽ റബ്ബർ കൃഷി ചെയ്യുവാൻ താല്പര്യമുള്ള സ്ഥലമുള്ളവരായിരിക്കണം അപേക്ഷ സമർപ്പിക്കുവാനായിട്ട് സാധിക്കുന്നത്. നിലവിൽ അപേക്ഷകർക്കുള്ള പോർട്ടൽ സജ്ജമായി കഴിഞ്ഞിരിക്കുകയാണ്. സമർപ്പിക്കുവാൻ 25 സെന്റ് മുതൽ 5 ഹെക്ടർ വരെയുള്ള കൃഷിസ്ഥലമുള്ള കർഷകർക്ക് അപേക്ഷകൾ നമുക്ക് സമർപ്പിക്കാവുന്നതാണ്. പരമാവധി 2 ഹെക്ടറിന് വരെ നമുക്ക് ധനസഹായം ഉണ്ടായിരിക്കുന്നതാണ്. ഹെക്ടർ ഒന്നിന് 75,000 രൂപയായിരിക്കും ധനസഹായം ലഭിക്കുന്നത്. ആദ്യ വർഷം 55,000 രൂപ, രണ്ടാം വർഷം 20,000 രൂപ എന്ന രീതിയിലായിരിക്കും ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് തുക ക്രെഡിറ്റ് ആകുന്നത്. ഇനി കർഷകൻ അപേക്ഷ വയ്ക്കുമ്പോൾ സ്ഥലവുമായി ബന്ധപ്പെടുത്തിയുള്ള രേഖകൾ, സ്ഥലത്തിൻ്റെ സ്കെച്ച്, കൈവശ അവകാശ സർട്ടിഫിക്കറ്റ്, കർഷകൻ്റെ ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, തിരിച്ചറിയൽ രേഖ, അങ്ങനെയുള്ള പല കാര്യങ്ങളും അതോടൊപ്പം തന്നെ സമർപ്പിക്കേണ്ടതായിട്ടുണ്ട്. കർഷകൻ്റെ ഫോട്ടോയും ആവശ്യമാണ്. ഓൺലൈൻ വഴി ഇതെല്ലാം തന്നെ സമർപ്പിച്ച ശേഷം നമുക്ക് തിരഞ്ഞെടുക്കപ്പെടുന്ന കർഷകരിലേക്കെല്ലാം തന്നെ കൃത്യമായിട്ട് പരിശീലനങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നൽകുന്നതാണ്. അതോടൊപ്പം തന്നെ റബ്ബർ തൈകൾ വിതരണം ചെയ്യുന്ന നഴ്സറികൾക്കും ധനസഹായം ഉണ്ടായിരിക്കുന്നതാണ്. പ്രധാനമായിട്ടും നല്ലൊരു തുക സബ്സിഡി ലഭിക്കുന്ന സ്കീമുകളായിരിക്കും ഇവിടെ തുടക്കമാകുന്നത്. അതുകൊണ്ട് തന്നെ നഴ്സറികൾക്കും കർഷകർക്കും ഒരുപോലെ ഇപ്പോൾ രജിസ്ട്രേഷൻ ചെയ്യുവാൻ സാധിക്കുന്നതാണ്. ആദ്യഘട്ടം നടപ്പിലാക്കിയ ശേഷമായിരിക്കും മറ്റു വിവിധ വിളകൾക്കുള്ള അപേക്ഷകൾ സ്വീകരിച്ചു തുടങ്ങുന്നത്. ആദ്യഘട്ടത്തിൽ 30,000 ഹെക്ടറോളം കൃഷിസ്ഥലത്തിന് ഇപ്പോൾ ധനസഹായം വിതരണം ചെയ്യുവാനാണ് തീരുമാനമെടുത്തിരിക്കുന്നത്. എത്രയും വേഗം തന്നെ അപേക്ഷകൾ സമർപ്പിക്കേണ്ടതാണ്. നിങ്ങളുടെ സംശയങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടി ഹെൽപ്പ് ലൈൻ നമ്പർ കൂടിയുണ്ട്. അത് നമ്മുടെ വീഡിയോയിൽ കമൻറ്റ് ബോക്സിൽ കൊടുക്കുന്നതാണ്. വളരെ പ്രധാനപ്പെട്ട ഈ വിവരങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും മറ്റു ഗ്രൂപ്പുകളിലേക്കും കൂടെ ഷെയർ ചെയ്യുക. നമുക്ക് തുടർന്നും വിജ്ഞാനപരമായിട്ടുള്ള മറ്റു വീഡിയോസും ആനുകാലിക വിവരങ്ങളുമായിട്ട് വീണ്ടും കാണാം. അതുവരെ ഗുഡ് ബൈ.